ഡയറക്ടർ വൈശാഖിൻ്റെ അടുത്ത് ചോദിച്ചു, മുറുക്കിയിട്ട് സംസാരിക്കട്ടെ, അപ്പോൾ ഒരു വ്യത്യാസം വരുമല്ലോ എന്ന് ചോദിച്ചു. അത് മുറുക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഡയലോഗിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു ടോൺ മാറി. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. പുലിയെ കൊല്ലണമെങ്കിൽ അതിൻ്റെ മടയിൽ ചെന്ന് കൊല്ലണം. അതാണ് കാടിന്റെ നീതി. 40 വർഷമായി നാടകത്തിലൂടെയും മിനി സ്ക്രീനിലൂടെയും സിനിമയിലൂടെയും മലയാളിക്ക് പ്രിയങ്കരനായ കലാകാരൻ. വിധേയനിലെ തുമ്മിയായും പുലിമുരുകനിലെ മൂപ്പനായുമെല്ലാം വേഷപ്പകർച്ച നടത്തിയ നടൻ. എം.ആർ. ഗോപകുമാർ. അതിലെ ഏത് ക്യാരക്ടർ? ഞാൻ തുമ്മി എന്ന് പറയും. ഗോപകുമാറെ, നിങ്ങൾ ഇനി ജീവിതത്തിൽ വേറെ ഒരു കഥാപാത്രവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ കഥാപാത്രം കൊണ്ട് നിങ്ങളുടെ ജീവിത അവസാനം വരെ അറിയപ്പെടും. 33 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ സിനിമ കണ്ടവരെല്ലാവരും വിധേയനിലെ തുമ്മിയല്ലേ എന്ന് ചോദിക്കും. നാടകവേദികളിൽ നിന്ന് അഭിനയത്തിന്റെ പടവുകൾ കയറി അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട തന്റെ കലാജീവിതത്തെക്കുറിച്ച് എം.ആർ. ഗോപകുമാർ പറയുന്നു. അടൂർ സാറിൻ്റെ ഫോൺ ഇവിടെ അപ്പുറത്ത് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ വിളിച്ച് ഞാൻ പോയി അറ്റൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചിരുന്നു, ബോംബെയിലുള്ള, എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയാണ്. അവരെ വിളിച്ചിരുന്നു. ഗോപകുമാറിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അവിസ്മരണീയമായ നാടകകാലം. നരേന്ദ്രപ്രസാദ്, ഹരിഹർ സാറ്, ഞാൻ, ഗോപാലകൃഷ്ണൻ, പിന്നെ ഞങ്ങളുടെ ഓഫീസിലുള്ള 1-2 പേര്. നാട്യഗൃഹം എന്ന് പറയുന്ന സംഘടന പിന്നീട് തിരുവനന്തപുരം നാടകവേദിയിൽ ഒരു ചരിത്രമായി. അടൂർ ചിത്രങ്ങളിലെ അനുഭവങ്ങൾ. ഈ അടൂർ സാറിനൊരു സ്വഭാവമുണ്ട്, അതായത് ആർക്കും സ്ക്രിപ്റ്റ് കൊടുക്കില്ല. സ്ക്രിപ്റ്റ് കൊടുത്ത് അത് നമ്മൾ വായിച്ച് ആ പരിപാടിയില്ല. ആ ഷോട്ട് എടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് പുള്ളി അത് വായിക്കും, സീൻ വായിക്കും. ആ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പുള്ളി പറയും, അതനുസരിച്ച് ചെയ്താൽ മതി. പ്രതിഭാധനരുത്തുള്ള അഭിനയം. മമ്മൂട്ടിക്ക് പുള്ളി സ്വന്തം കുക്ക് ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വയറിന് പ്രശ്നമായെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടുത്തെ ഫുഡ് കഴിക്കണ്ട, എൻ്റെ ഫുഡ് വരും, അത് കഴിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. മറക്കാത്ത സംഭവങ്ങൾ. ശരീരത്തിൽ എവിടെയെങ്കിലും ഈ കുരു പോലെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഇവിടെ ഒരു ചെറിയ കുരു പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണട്ടെ എന്ന് പറഞ്ഞു. കാണിച്ചു. ഇത് കുഴപ്പമില്ല, ഇത് ചിക്കൻ ബോക്സാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ മറ്റന്നാൾ എൻ്റെ മാരേജാണ്. എം.ആർ. ഗോപകുമാറിന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.